ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SN ജംഗ്ഷനിലെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ SN അമ്പലത്തിൽ ശ്രീ നാരായണ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റും അതിനോടനുബന്ധിച്ച് കൈകൊട്ടിക്കളിയും ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. ആദ്യം തന്നെ നമുക്ക് കൊടിയേറ്റ് വിശേഷത്തിലേക്ക് പോകാം. അതേ കറക്റ്റ് 6:30 ആയപ്പോൾ തന്നെ 6:30 ശേഷമാണ് നമ്മുടെ കൊടിയേറ്റ് ഉണ്ടായിരുന്നത്. ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. നമുക്ക് കൊടിയേറ്റുന്ന കാണാം. കൊടിയേറി കുറച്ച് സമയത്തേക്ക് എല്ലാവരുടെയും ദേഹത്ത് തീർത്ഥം വീഴുന്നത് പോലെ മഴ പെയ്യുണ്ടായി. ഞങ്ങൾ വിചാരിച്ചു മഴ കൊണ്ട് അഭിഷേകമായിരിക്കുമെന്ന്. പക്ഷേ ആ കൊടിയേറിയ സമയത്ത് മാത്രമാണ് നമ്മുടെ ദേഹത്ത്, എല്ലാവരുടെയും ദേഹത്ത് 1-2 തുള്ളി പോലെ മഴയുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൊടിയേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വനിതാ സംഘത്തിൻ്റെ കൈകൊട്ടിക്കളിയാണ് ആദ്യം തന്നെ നടക്കുന്നത്. അത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, പറയാൻ തിരിക്കാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അത്രയും എനർജറ്റിക് ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ രീതിയിൽ തന്നെയാണ് അവർ കൈകൊട്ടിക്കളി കളിച്ചത്. നമുക്കതിൻ്റെ പാട്ട് ഇടാൻ പറ്റില്ല, അറിയാലോ, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ പാട്ടിടുന്നില്ല. ചേച്ചിമാരെല്ലാം നല്ല അടിപൊളിയായിട്ട് കളിച്ചു, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അതുപോലെ അതിമനോഹരമായിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് അവർ ഒരേ എനർജിയോടെ ഒരേപോലെ തന്നെ കളിച്ചു, ആർക്കും തന്നെ തെറ്റിയില്ല. നല്ല അടിപൊളിയായിട്ട് കളിച്ചു. കാണാൻ വന്ന എല്ലാ ആളുകൾക്കും, എല്ലാ ഭക്തജനങ്ങളെയും കയ്യിലെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ വനിതാ സംഘത്തിൻ്റെ ചേച്ചിമാരുടെ അടിപൊളി തകർപ്പനൊരു കൈകൊട്ടിക്കളി. ഇത് തീർന്നിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ അടുത്ത ഒരു കൈകൊട്ടിക്കളിയുണ്ട്. 2 എണ്ണം ഒരുമിച്ചാണ് ഉള്ളത്. അപ്പം ഇത് കുമാരി സംഘത്തിൻ്റെ കൈകൊട്ടിക്കളിയാണ്. അതും പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ പൊന്നൂസ് ഉണ്ട് കേട്ടോ, ഇതിൽ കളിക്കാനായിട്ട് പൊന്നൂസ് ഉണ്ട്. നല്ല അടിപൊളി ഡാൻസ്, ചെയിൻ സോങ് ആണ്, ആരെയും തന്നെ വിട്ടില്ല. നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടും അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചേർത്ത് ഏകദേശം ഒരു 12 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു കൈകൊട്ടിക്കളി ആയിരുന്നു അവരുടേത്. അടിപൊളിയായിരുന്നു. ഏറ്റവും അവസാനം പന്തം കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് അവർ കാവടി എടുത്തുള്ള ഒരുപാട് സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമായി. കാരണം ഞങ്ങൾക്ക് മാത്രമല്ല, വന്ന് നിൽക്കുന്ന എല്ലാ കാണികൾക്കും സമയം പോയത് അറിഞ്ഞില്ല. അത്ര ഇത് തീർന്നോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരെ എത്തുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾ അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ട്. അത് എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. അത്ര മനോഹരമായിരുന്നു, അത്ര മനോഹരം എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായിരുന്നു. അപ്പം എന്താ പറയുക, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ പാട്ട് ഇട്ട് നിങ്ങളെ ആ ഒരു സോങ് കേൾപ്പിക്കാൻ പറ്റാത്തതിൽ വളരെ സങ്കടമുണ്ട്. കാരണം ആ പാട്ടും കൂടി ഇട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എത്ര മനോഹരമാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കോപ്പിറൈറ്റ് കാരണം നമുക്കത് ഇടാൻ പറ്റുന്നില്ല. ഇനി പന്തം കൊണ്ടുള്ള ഒരു ഡാൻസാണ് അവർ കളിക്കുന്നത്. ഒരു കൈകൊട്ടിക്കളിയോടൊപ്പം ചേർന്ന് നല്ല അടിപൊളിയായിട്ട് കളിച്ചു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അത്രയും സ്ഥലം തന്നെ തികയില്ലാത്ത രീതിയിലാണ് കുട്ടികൾ കളിച്ചത്. അതിമനോഹരമായിട്ട് കളിച്ചു, ഒരു രക്ഷയില്ല. നമ്മുടെ കുമാരി സംഘത്തിലെ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. വളരെ സ്നേഹാദരവും ക്ഷണിക്കുകയാണ്, വളരെ സ്നേഹാദരവും ക്ഷണിക്കുന്നു. ഗാനമേള ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ഇത്രയും മനോഹരമായ 2 കൈകൊട്ടിക്കളികൾ അവതരിപ്പിച്ച കൊച്ചുകവാള സഹായവത്തിന്റെ അഭിമാന സാധനങ്ങളായ വനിതാ സംഘത്തിന്റെയും കുമാരി സംഘത്തിന്റെയും കൊച്ചുകവാള സഹായവത്തിന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി വളരെ ഹൃദയപൂർവ്വം അവർക്ക് വേണ്ടി നൽകുന്നു. മെട്രോ വോയിസിന്റെ ഗാനമേളയിലേക്ക് കടന്നു. നമ്മുടെ കൊച്ചുതോവാള അമ്പലത്തില് ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. തുടക്കം തന്നെ അവർ തകർത്തു. വേറൊന്നുമല്ല, 2 കൈകൊട്ടിക്കളി, അത് കൂടാതെ ഗാനമേളയും കൂടിയാണ് നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ഗാനമേളയായിരുന്നു. തിരുവനന്തപുരം
മെട്രോ വോയിസ് എന്ന ഗാനമേള ട്രൂപ്പാണ് നമ്മുടെ ഇവിടെ പാടാനായിട്ട് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഭക്തിഗാനത്തോടു കൂടി തുടങ്ങി ഏറ്റവും അവസാനം കൊട്ടിക്കലാശം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആയിരുന്നു അവരുടെ ആ സോങ്. എല്ലാവരും അവിടെ നിന്ന് പ്രേക്ഷകരിൽ 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു തുള്ളാത്തത്. കാരണം അതുപോലെ ഏറ്റവും അവസാനം അടിച്ച് പൊളിച്ചാണ് നമ്മുടെ ഈ ഉത്സവത്തിന് ആരംഭം കുറിക്കുന്നത്. ഇതൊന്നും തീർന്നിട്ടില്ല. ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമുകളുമായിട്ട് തന്നെ നമ്മുടെ കൊച്ചുതോവാള ശ്രീ നാരായണ മഹാദേവ ക്ഷേത്രത്തിൽ പരിപാടികളുണ്ട്. എല്ലാ ഭക്തജനങ്ങളും വരിക, കാണുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നമ്മുടെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ പേജുണ്ട്, അപ്പം അതും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അത് മാധു സജിത്ത് എന്നാണ് നമ്മുടെ ഇൻസ്റ്റ ID. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നല്ല ദിവസം നേരുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.